ഹായ് സ്റ്റുഡൻസ്, ബിസിനസ് റെഗുലേഷൻ മൊഡ്യൂൾ 1 ബാക്കി പോർഷൻസ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. എസെൻഷ്യൽ എലമെന്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റിൽ തേർഡ് വണ്ണാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. അതായത് ഒരു കോൺട്രാക്റ്റിൽ എല്ലാവിധ മനുഷ്യന്മാർക്കും ഏർപ്പെടാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കഴിയാത്ത ആളുകളെ പറ്റിയിട്ട് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് മൈനർ. മൈനർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ലോ പ്രകാരം ഒരു വ്യക്തി മേജർ ആവുന്നത് 18 വയസ്സിന് മുകളിലാണ് മേജർ ആവുക. അപ്പം മൈനർ ആയിട്ടുള്ള 18 വയസ്സിന് താഴെ ആയിട്ടുള്ള ആർക്കും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. അതുപോലെ തന്നെ 2 കേസുകളിൽ നമ്മുടെ ഇന്ത്യൻ ലോ പ്രകാരം മെജോറിറ്റി ആവാനുള്ള വയസ്സെന്ന് പറയുന്നത് 21 വയസ്സാവണം എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഒരു മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അച്ഛനാവണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 21 വയസ്സാവണം എന്നാണ് പറയുന്നത്. അങ്ങനെ എനിക്ക് മാത്രമേ മേജർ ആവുള്ളൂ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു മൈനർ 18-ാം വയസ്സിൽ ഒരു കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെട്ടു. ആഫ്റ്റർ അങ്ങനെ 21 വയസ്സായതിനു ശേഷം ആ ഏർപ്പെട്ട കോൺട്രാക്റ്റ് അദ്ദേഹം പ്രകടമാക്കണം, അതായത് പ്രവർത്തിക്കണം. അത് ഇവിടെ അതൊരു കോൺട്രാക്റ്റ് ആവില്ല എന്നാണ് പറയുന്നത്. കാരണം മൈനറായ സമയത്ത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് അത് മേജർ ആവുന്ന സമയത്ത് അവിടെ പ്രവർത്തിക്കുന്നത് അതൊരു കോൺട്രാക്റ്റ് ആവില്ല. അപ്പം ഇതാണ് എന്ത് മെജോറിറ്റിൻ്റെ കേസ് പറയണത്. നെക്സ്റ്റ്, റൂൾസ് ഗവേണിംഗ് മൈനേഴ്സ് അഗ്രിമെന്റ്. അതായത് ഈ റൂളുകൾ, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എന്താണ് ഈ ഒരു ലോ, ഇന്ത്യൻ ലോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജഡ്ജസ് ആർ കൗൺസിലേഴ്സ്. അവർക്ക് ഈ ജഡ്ജസ് എന്ന് പറയുന്നത് അവരെ കൗൺസിൽ ചെയ്യുന്ന വ്യക്തികളും, ജൂറി ഈസ് ദ സെർവൻറ്റ്, ജൂറികൾ അവർക്ക് സെർവൻറ്റുകളും, അതുപോലെ തന്നെ ലോ ഈസ് ദ ഗാർഡിയൻ, ലോ അവരുടെ ഗാർഡിയൻ ആണെന്നാണ് എന്ത് ഈ ഗവേണിംഗ് മൈനേഴ്സ് അഗ്രിമെന്റിന്റെ റൂൾസ് ആയിട്ട് പറയുന്നത്. ഈ നെക്സ്റ്റ് ടോപ്പിക് ലീഗൽ റൂൾസ് ഫോർ എ മൈനർ. ഫസ്റ്റ് പോയിന്റ്, ഒരു മൈനറേറ്റ് ഒരു കോൺട്രാക്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ വോയിഡ് ആകും. അത് മൈനറെ വെച്ച് ഒരിക്കലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. നെക്സ്റ്റ് പറയുന്ന പോയിന്റ്, മൈനർ ക്യാൻ ബി പ്രോമിസ്. അതായത് ഒരു മൈനർക്ക് പ്രോമിസ് ആവാം, അതായത് ഒരു ഓഫർ വെക്കുമ്പോൾ അത് അദ്ദേഹത്തിന് ഒരു മൈനർക്ക് അക്സെപ്റ്റ് ചെയ്യാം, മൈനർക്ക് ഒരു പ്രോമിസ് ആവാം പറയുന്നുണ്ട്. പിന്നെ മൈനർ കനോട്ട് റെക്ടിഫൈങ് ഹിസ് അഗ്രിമെന്റ് ഓൺ അറ്റൈനിങ് ദ ഏജ് ഓഫ് മെജോറിറ്റി. ഇവിടെ പറയണത് മൈനറിന് എന്ത് ചെയ്യാൻ പറ്റൂല, അതായത് മൈനർ ആവുന്ന സമയത്ത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് മേജർ ആവുന്ന സമയത്ത്, അതായത് 21 വയസ്സാവുന്ന സമയത്ത് അത് പ്രവർത്തിക്കാൻ പറ്റൂല എന്ന് പറയുന്നു. പിന്നെ മൈനർ ഹാസ് എ ഷെയർ ഹോൾഡർ, അതായത് മൈനർക്ക് ഷെയർ ഹോൾഡർ ഒക്കെ ആവാൻ പറ്റും. നെക്സ്റ്റ്, മൈനർ ആസ് എ പാർട്ട്ണർഷിപ്പ്, അതായത് മൈനർക്ക് ഒരു കോൺട്രാക്റ്റിൽ പാർട്ട്ണർഷിപ്പ് ഏർപ്പെടാൻ പറ്റും. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു കമ്പനിയിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് മൈനർക്ക് പ്രോഫിറ്റ് അവിടുത്തെ അദ്ദേഹത്തിന് ലാഭം, ഒരു മൈനർക്ക് ആ ഒരു കമ്പനിയിൽ ലാഭം കിട്ടണൊക്കെ മൈനർക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ആ ഒരു കമ്പനിയിൽ എന്തെങ്കിലും ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റാണ് ഈ ഒരു മൈനർ സ്വീകരിച്ചിട്ടുള്ളത് ആ ഒരു എമൗണ്ട് ഇവിടെ മൈനർക്ക് കമ്പനിക്ക് കൊടുക്കേണ്ടതുള്ളൂ. അതായത് മൈനർ എത്ര റിച്ച് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ഒരു പ്രോഫിറ്റ് ആയിട്ടുള്ള എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. നെക്സ്റ്റ്, മൈനർ ആസ് എ ഏജന്റ്, അതായത് മൈനർക്ക് ഒരു ഏജന്റ് ആവാം എന്നാണ് പറയണത്. പക്ഷേ മൈനർ ഏജന്റ് ആവുന്ന സമയത്ത് മൈനറിന്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആള് മൈനറിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും വീഴ്ചകൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും മൈനറിനെ എഫക്റ്റ് ചെയ്യൂല. അപ്പോൾ തന്നെ ആ കോൺട്രാക്റ്റോടെ മൈനറിന്റെ പേർക്ക് നമുക്ക് പഴി ചൊല്ലാൻ പറ്റൂല. നെക്സ്റ്റ് പറയണത്, ഹി ക്യാൻ പ്ലീഡ് ഹിസ് മൈനോറിറ്റി. അതായത് ഇപ്പോൾ മൈനർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അപ്പോൾ ഏർപ്പെട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മൈനർക്ക് മനസ്സിലായത് ഈ ഒരു കോൺട്രാക്റ്റ് അത്ര നല്ല കോൺട്രാക്റ്റ് അല്ല. അപ്പോൾ മൈനർ എന്ത് ചെയ്യാണ്, കോടതിയിൽ പോയിട്ട് തൻ്റെ ഞാൻ മൈനറാണ്, ഇങ്ങനൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ മൈനർക്ക് ആ ഒരു മൈനർക്ക് പ്ലീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ കോടതിൻ്റെ ഭാഗത്തു നിന്നും കോടതി ഒരിക്കലും ആരെയും വഞ്ചിക്കാൻ സമ്മതിക്കൂല. നെക്സ്റ്റ് പോയിന്റ്, ഹി ക്യാൻ എൻറ്റർ ഇൻ ടു കോൺട്രാക്ട് ടു അക്വയർ മൂവബിൾ പ്രോപ്പർട്ടി. അതായത് ഒരു മൈനർക്ക് ഒരു മൂവബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിൽ എൻ്റർ ചെയ്യാൻ പറ്റും, കോൺട്രാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇമ്മൂവബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി അദ്ദേഹത്തിനല്ല, അദ്ദേഹത്തിൻ്റെ പാരൻസ്, ഒരു മൈനറിൻ്റെ പാരൻറ്റ് അദ്ദേഹത്തിൻ്റെ പേര് എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു മൈനർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മൈനർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മൈനറിൻ്റെ ഏജ് വെച്ച് നോക്കുമ്പോൾ മൈനർക്ക് ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി വാങ്ങാൻ ഉള്ളൊരു പ്രാപ്തി, ലൈക്ക് അദ്ദേഹത്തിന് അത്ര നിർബന്ധമുള്ള കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന്
സ്പെഷ്യൽ എഫേർട്സ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് എന്ത് ലീഗൽ റൂൾസ് ഓഫ് എ മൈനർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അൺസൗണ്ട് പേഴ്സൺസിൻ്റെ കേസാണ് പറയണത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് അൺസൗണ്ട് മൈൻഡ്. അതായത് ഇപ്പോൾ അവർ പെർമനൻ്റ്ലി ലൈക്ക് ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അവരെ പറയുന്ന പേരാണ് ഇഡിയറ്റ്സ്. അവർക്ക് ഓൾറെഡി ബുദ്ധിസ്ഥിരത ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. ലൈക്ക് ജന്മനാ ഉള്ള ഒരു പ്രോബ്ലമാണത്. പെർമനൻ്റ്ലി അവർക്ക് ബുദ്ധിസ്ഥിരതയില്ല. അങ്ങനത്തെ ആൾക്കാരുമായിട്ട് ഒരിക്കലും നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ തന്നെ കഴിയൂല. ഇനി ഇൻ കേസ് ഒരു ടൈമിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് അപ്പം തന്നെ വോയിഡ് ആവും. ദ സെക്കൻഡ് പേഴ്സൺ ഈസ് ലുണാറ്റിക്. ലുണാറ്റിക് എന്ന് പറയുമ്പോൾ അവർ ചില സമയത്ത് ഓണം, ചില സമയത്ത് മാഡ്നെസ്സിൻ്റെ ഒരു മൂടേക്കാരം. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു കാലത്ത് നിന്ന് വന്ന ഷോക്ക്, അതായത് ചിലപ്പോൾ ആരെങ്കിലും മരിച്ചിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ആക്സിഡൻറ്റ്, ഇങ്ങനത്തെ ഏതെങ്കിലും കേസിൽ നിന്ന് അവർക്കത് ആ ഒരു മരണമോ ആക്സിഡൻറ്റോ അവരെ അഫക്റ്റ് ചെയ്തിട്ട് സംടൈംസ് അവരൊരു വേറൊരു സ്വഭാവമായിരിക്കും കാണിക്കുക. ചില സമയത്ത് അവർ നോർമലി ഉള്ള സ്വഭാവമായിരിക്കും. പക്ഷേ എന്നാൽ പോലും ഇവർക്കൊന്നും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റൂല. നെക്സ്റ്റ് ഡ്രങ്കൺ ആണ്. ഡ്രങ്കൺ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ലഹരി അല്ലെങ്കിൽ മദ്യം, അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവുമല്ലോ. ഇതൊക്കെ എപ്പോഴും കുടിച്ച് നടക്കുന്ന പേഴ്സൺസ്. അവർ ഇത് കുടിക്കുകയാണെങ്കിൽ എപ്പോഴും ഓഫായി, കാരണം വളരെ കുറഞ്ഞ സമയം മാത്രമേ ഓണായി കിടക്കുള്ളൂ. അപ്പോൾ ഈ ഒരു മദ്യപാനി അതിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, അവർക്കൊരിക്കലും പറ്റില്ല, ഒരു കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ആവാൻ പറ്റൂല. ഇനി സി എന്ന് പറയുന്ന കേസ് അതേഴ്സ്. അതായത് നമ്മുടെ നിയമപ്രകാരം കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റൂല എന്ന് പറയുന്ന കുറച്ച് കാറ്റഗറിയാണ്. ഫസ്റ്റ് വൺ ഈസ് ഏലിയൻ എനിമി. അതായത് നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, പുറത്തുള്ള രാജ്യങ്ങളിൽ പെടുന്ന ആൾക്കാർ, അവരുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് വെക്കുക. അതായത് ചില രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യവുമായിട്ട് ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ ഓലായിട്ട് നമുക്ക് കോൺട്രാക്റ്റ് വെക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സംടൈംസ് ചില രാജ്യങ്ങൾ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ശത്രുത അല്ലെങ്കിൽ വാറ് ഇങ്ങനെ എന്തെങ്കിലും കേസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് രാജ്യങ്ങളുമായിട്ട് കോൺട്രാക്റ്റ് വെക്കാൻ പാടില്ല. ഇൻ കേസ് നമ്മളിപ്പോൾ കോൺട്രാക്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വാർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ വാറിൻ്റെ ടൈമിൽ എന്ത് ചെയ്യും, ആ ഒരു കോൺട്രാക്റ്റ് അവിടെ ക്യാൻസലാവും. വീണ്ടും ആ ഒരു കോൺട്രാക്റ്റ് നമുക്ക് തുടരണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്ന് അപ്രൂവലൊക്കെ വാങ്ങിയിട്ട് വേണം തുടങ്ങാൻ. രണ്ടാമത്തത് ഇൻസോൾവെൻറ്റ്. ഇൻസോൾവെൻറ്റ് എന്ന് പറയുമ്പോൾ പാപ്പരാവുക നമ്മൾ കേൾക്കുമല്ലോ അല്ലേ. ഇപ്പോൾ കോടതിയിൽ നിന്ന് ചില കമ്പനീസിനൊക്കെ പാപ്പരായിക്കാനുള്ളൊരു അവസ്ഥ സിറ്റുവേഷൻ ഇങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റൂല. പിന്നെ ഈ കോടതിൻ്റെ ഒരു ആൾ മുഖാന്തരം വേണം ഇവർക്ക് എന്ത് ചെയ്യാൻ, അവരുടെ എന്തെങ്കിലും അസറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വിറ്റിക്കാണ്ട് വേണമെങ്കിൽ അങ്ങനെ കോൺട്രാക്റ്റ് എടുത്താൽ അത്രേ പറ്റുള്ളൂ. മൂന്നാമത്തത് കോൺവിക്റ്റ്. കോൺവിക്റ്റ് പറയുമ്പോൾ ഈ ജയിൽ പുള്ളി, കുറ്റവാളികൾ അതൊക്കെ പറയില്ല, അവരാണ് കോൺവിക്റ്റ് എന്ന് പറയുന്നത്. അവരുടെ കേസിൽ അവരിപ്പോൾ ജയിലിൻ്റെ ഉള്ളിലാണ് സമയത്ത്, ഏതെങ്കിലും കുറ്റം ചെയ്ത് ജയിലിലാണ് സമയത്ത് അവർക്കൊരിക്കലും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അവരുടെ ജയിൽവാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് എലമെൻറ്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ടറിലെ ഫോർത്ത് പോയിൻ്റാണ് ഫ്രീ കോൺസ്റ്റൻറ്റ്. ഇത് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വില്ലിങ് അല്ല, അപ്പോൾ അതിൻ്റെ ആ ഒരു കോൺട്രാക്റ്റിലുള്ള ഓപ്പോസിറ്റ് പാർട്ടി എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ വയലൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുക. അപ്പോൾ അത് 5 വയലൻസാണ് പറയുന്നത്. ഒന്ന് കോഴ്ഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ് റെപ്രസെൻറ്റേഷൻ ആൻഡ് മിസ്റ്റേക്ക്. ഇങ്ങനെ 5 പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ അദ്ദേഹത്തെ ത്രട്ടൻ ചെയ്ത് കണ്ടും ഭീഷണി ചെയ്ത് കണ്ടൊക്കെ അദ്ദേഹത്തെ ഒരു കോൺട്രാക്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഇതാണ് ഫ്രീ കോൺസ്റ്റൻറ്റ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ത്രെഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്, ഡസ് ഇറ്റ് എമൗണ്ട് ടു കോഴ്ഷൻ? അതായത് ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാണ്ട് ഭീഷണിപ്പെടുത്താണ്, അതൊരു കോഴ്ഷനായിട്ട് ആണ് വരുന്നതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കപ്പിൾസ് നല്ല ടേംസിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു വ്യക്തി, ആ ഒരു കപ്പിളിലെ ബോയ് പറയാണ്, എനിക്ക് നിൻ്റെ 50 ഏക്കറുള്ള ആ ഒരു സ്ഥലം എനിക്ക് തരണം, ഇല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും എന്ന് പറഞ്ഞ് ആ ഒരു വ്യക്തിയെ ഭീഷണിപ്പെടുത്തുക. അതായത് ആ ഒരു വ്യക്തിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗേളിന് അത് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഭീഷണിക്കിടയിൽ അങ്ങനെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഒരു കേസായി വരുന്ന സമയത്ത് ഇവിടെ ആ ഒരു ബോയ് പറയും, ഞാനിതൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടാണ് ഈ ഒരു സ്ഥലം വാങ്ങിയതെന്ന് പറയുമ്പോൾ, പക്ഷെ അതവിടെ കോഴ്ഷനാണ്. കാരണം ഭീഷണി പ്രകാരമാണ് ആ ഒരു ഗേളിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പ്ലേസ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വോയിഡായി, കോൺട്രാക്റ്റ് വാലിഡ് അല്ല, വോയിഡ് കോൺട്രാക്റ്റായി മാറി. പക്ഷേ ആ ഒരു കോൺട്രാക്റ്റ് ഇനി വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ ആ
എ പാർട്ടിലെ ഗേൾ തീരുമാനിക്കണം ആ ഒരു പ്ലേസ് നിങ്ങൾക്ക് തരണോ വേണ്ടോ എന്നുള്ളത്. അത് പോസിറ്റീവായിട്ടുള്ളത് വേണമെന്നാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്ട് ഫോം ചെയ്യും. അല്ല എന്നാണെങ്കിൽ അവിടെ ആ കോൺട്രാക്ട് ഫോം ചെയ്യൂല, അത് ക്യാൻസൽ ആവും. ആ ഒരു പ്ലേസ് ഗേളിന് തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ പറയുന്നത് നെക്സ്റ്റ് ഒരു വേർഡാണ് ഡ്യൂറസ്. അതായത് ഈ ഒരു കൊഹേഷൻ്റെ സെയിം വേർഡ് തന്നെയാണ് ഡ്യൂറസ് എന്ന് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു കൊഹേഷന് പറയുന്ന കൊഹേഷന് ഈക്വൽ ആയിട്ട് പറയുന്ന മറ്റൊരു പേരാണ് ഡ്യൂറസ്. ഈ ഡ്യൂറസും സെയിം മീനിങ് തന്നെയാണ് കൊഹേഷൻ്റെ. അപ്പോൾ ഇതാണ് കൊഹേഷൻ്റെ ആ ഒരു ഭാഗം. നെക്സ്റ്റ് ആണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ ത്രട്ടൻ ചെയ്യുക, അതുപോലെ തന്നെ വയലൻസിലൂടെ ആ ഒരു കോൺട്രാക്റ്റിലോട്ട് ഏർപ്പെടുത്തുക, ആ രീതിയിലോട്ടല്ല. ഇവിടെ എന്താണ്, ഒരു പവർ വെച്ചുകൊണ്ടാണ് നമ്മുടെ കോൺട്രാക്റ്റിലോട്ട് ഏർപ്പെടുത്തുന്നത്. അതായത് ഒരു ഡൊമിനൻ്റ് പൊസിഷനിലുള്ള ഒരു വ്യക്തി അതിൻ്റെ കീ പൊസിഷനിലുള്ള ആളെ ആ രീതിയിലോട്ട് ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു പവർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അവരെ കോൺട്രാക്റ്റിലോട്ട് ഏർപ്പെടുത്താം. അപ്പം അതിന് കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഡൊമിനൻ്റ് പൊസിഷൻസ് എന്ന് പറയുമ്പോൾ മാനേജർ ആൻഡ് എംപ്ലോയി. അതായത് മാനേജർ ഒരു കോൺട്രാക്റ്റ് വെക്കുന്ന സമയത്ത് എംപ്ലോയിക്ക് ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ താല്പര്യമില്ലെങ്കിൽ ആ ഒരു മാനേജർ എന്ത് ചെയ്യും, അദ്ദേഹത്തെ ആ ഒരു പൊസിഷൻ്റെ പവർ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തും. അപ്പോൾ ഇവിടെ എന്താണ്, പവർ യൂസ് ചെയ്തുകൊണ്ടാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്നത്. പിന്നെ പറയുന്ന ഡൊമൈൻ പൊസിഷൻസ് എന്ന് പറയുന്നത് പാരന്റ് ആൻഡ് ചൈൽഡ്. ഇവിടെ എന്താണ്, ആ ചൈൽഡ് ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് പവറിൻ്റെ അടിസ്ഥാനത്തിലല്ല, ബൈ ട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇങ്ങനെ ഡൊമൈൻ പൊസിഷൻസ് ആളൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം മാനേജർ, എംപ്ലോയി, പാരന്റ്, ചൈൽഡ്, ഡോക്ടർ, അതുപോലെ തന്നെ പേഷ്യൻ്റ്, ഇങ്ങനത്തെ കുറച്ച് കേസുകൾ. അപ്പോൾ ഇതാണ് എന്ത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയണത്. പക്ഷേ ചില കേസുകൾ, അതായത് ഡൊമിനൻ്റ് പൊസിഷൻസ് അല്ലാത്ത ചില പൊസിഷൻസ് ഉണ്ട്, ആളുകൾക്ക് അസംഷൻ ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ ഹസ്ബൻഡ്, വൈഫ്, ഡെപ്റ്റർ, ക്രെഡിറ്റർ, അങ്ങനത്തെ കുറച്ച് കേസുകളും ഉണ്ട്. ഇതാണ് പറയുന്നത്. നമ്മൾ കൊഹേഷൻ്റിൽ അതിൻ്റെ എഫക്റ്റ് എങ്ങനെയെന്ന് പറഞ്ഞു. അതായത് ആ ഒരു എക്സാമ്പിൾ വെച്ച് കണ്ട് ഇവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ബൈ ചാൻസ് ഇതൊരു കേസുമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ വരികയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മാനേജറും വർക്കറിൻ്റെയും ഇടയിലുള്ള കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കറിന് പൂർണ്ണമായിട്ടുള്ളൊരു സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിനൊരു സമ്മതം ഇല്ല എന്നുണ്ടെങ്കിൽ അത് വോയിഡ് ആവും എന്നാണ് കോടതിയിൽ നിന്നും പറയുന്നത്. അപ്പോൾ ഇതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ കേസിൽ പറയുന്നത്. ഫ്രോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രോഡിൻ്റെ മറ്റൊരു വർക്കാണ് ഡിസീവ്, ചതിക്കുക. അതായത് ഇപ്പോൾ ഒരു എ പാർട്ടിയും ബി പാർട്ടി ഉണ്ടാവും. ഇവർ രണ്ടുപേരും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു എ പാർട്ടി ബി പാർട്ടിനോട് പറയാണ്, ഇപ്പോൾ എൻ്റെ അടുത്തൊരു പുതിയ മോഡൽ കാറുണ്ട്, ഏകദേശം അതിനൊരു 10 lakh വരെ എമൗണ്ട് വരും. അപ്പോൾ ഞാനത് നിനക്കായതുകൊണ്ട് ഒരു 9 ലക്ഷത്തിന് ആ ഒരു കാർ തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബി പാർട്ടി ഓക്കെ, ആ ഒരു അഗ്രിമെൻറ്റിൽ ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടോ. പക്ഷേ ഇവിടെ എന്താണ്, അതൊരു പഴയ മോഡൽ കാറാണേനും ആ ഒരു കാറിന് വെറും 2 ലക്ഷം രൂപയുള്ളേനും. അപ്പോൾ ഇയാൾ എന്താണ്, ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് മറ്റയാളെ ചതിച്ചുകൊണ്ടാണ് ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അതാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഫ്രോഡിൻ്റെ കേസിൽ പറയുന്നത്, അതായത് ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും കൂടി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ, അതായത് എ പാർട്ടിക്ക് ബി പാർട്ടിനെ ചതിക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രം അവിടെ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഒരു പാർട്ടി, അതാണ് ഒന്നാമത്തെ ഒരു കൺസെപ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്നത്, ഇപ്പോൾ ഒരു എ പാർട്ടി എന്ന ആള് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മൊബൈലുണ്ട്. പക്ഷേ ആ ഒരു പ്രോപ്പർട്ടീൻ്റെ ഡാമേജ് മറക്കാൻ വേണ്ടിയിട്ട് പല വഴികൾ അതിമ ചെയ്തുകൊണ്ട് അവിടെ ബി പാർട്ടിയുമായി കോൺട്രാക്റ്റ് ഉണ്ടാക്കണം. അദ്ദേഹത്തോട് പറയാണ്, ഒരു പുത്തൻ ഫോണാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ആ ഒരു ഫോൺ ഓൾറെഡി ഡാമേജ്, ഡിസ്പ്ലേ പോയ ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ക്രീൻ കാർഡൊക്കെ ഇട്ട് ഒരു പുത്തൻ ഫോണിനെ പോലെ ആക്കിയിട്ട് ഈ ഒരു ബി പാർട്ടിക്ക് കൊടുക്കുന്നു. അപ്പോൾ ബി പാർട്ടി അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് ബി പാർട്ടി ആ ഫോൺ വാങ്ങി ഷോപ്പിൽ പോയപ്പോഴാണ് ഇതൊരു ഡിസ്പ്ലേ പോയൊരു ഫോണാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അതാണ് ഫ്രോഡ്. അങ്ങനെ ചതികൾ ചെയ്തുകൊണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താം. അങ്ങനെ പല രീതികളുണ്ടെന്നാണ് പറയണത്. ഇനി ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഇവിടെ ഒരു ഫ്രോഡ് കണ്ടെത്തിയിട്ട് നമ്മൾ കേസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട ബി പാർട്ടിക്ക് ഈ ഒരു കോൺട്രാക്റ്റ് തുടർന്ന് പോകാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കോടതി അദ്ദേഹത്തിൻ്റെ ഡാമേജുകളൊക്കെ തിരിച്ച് ഈ ഒരു
എ പാർട്ടിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കും. അതുപോലെ തന്നെ ഇതൊരിക്കലും ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് അല്ല എന്ന് പറയുന്നത്, ഇതൊരു വോയിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. നെക്സ്റ്റ് മിസ് റെപ്രസെൻറ്റേഷൻ. ഇവിടെ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു ഓപ്പോസിറ്റുള്ള പാർട്ടിനെ ചതിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അവിടെ കോൺട്രാക്റ്റ് നമ്മൾ ഫോം ചെയ്യണത്. അതായത് അദ്ദേഹത്തിന് അറിയാം നമ്മൾ ചെയ്യുന്നതൊരു ചതിയാണ്, മനഃപൂർവ്വം ചതിയുണ്ട്, പക്ഷെ അത് മറക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. പക്ഷെ മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എ പാർട്ടി ബി പാർട്ടിനെ ചതിക്കാൻ വേണ്ടിയിട്ടല്ല എന്ത് ചെയ്യണത്, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അതായത് എ പാർട്ടി ഒരു കാര്യം ഫോം ചെയ്തു, പക്ഷെ അദ്ദേഹത്തിന് അത് 100% ശരിയാണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് 100% അതിൽ ഉറപ്പിടത് സത്യമാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അദ്ദേഹം ബി പാർട്ടിനോട് പറയുന്നു. ബി പാർട്ടി അത് വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. പക്ഷെ അതിൽ ചില മിസ്റ്റേക്സ് ഉണ്ട് എന്ന് ബി പാർട്ടി പിന്നെയാണ് അറിയണത്. പക്ഷെ ഇവിടെ എ പാർട്ടി ഒരിക്കലും അദ്ദേഹത്തെ ചതിക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ വെച്ചുകൊണ്ടല്ല അവിടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാജു എന്ത് ചെയ്യാണ്, രാമുവിന് ഒരു ലാൻഡ് വിൽക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു ഇവിടുന്ന് 200 കിൻഡലൊക്കെ നെല്ല് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു രാജുവിൻ്റെ വിചാരം അയാൾ പറയുന്നത് സത്യമാണ്. അതായത് അയാളുടെ വിശ്വാസത്തിൽ അത്രയും വലിയ ലാൻഡാണ്, അപ്പം അത്രത്തോളം കിൻഡല് ധാന്യം കിട്ടുമെന്നാണ് അയാളൊരു മൈൻഡിൽ വരുന്നത്. അപ്പോൾ അയാളുടെ വിചാരം അയാൾ പറയുന്നത് ശരിയാണ് എന്നുള്ള ഒരു ഉറപ്പ് ഉള്ളത് കൊണ്ട് അദ്ദേഹം രാമുവിനോട് ഈ കാര്യം പറയുന്നു. രാമു അത് വിശ്വസിച്ചുകൊണ്ട് ആ ഒരു പ്രോപ്പർട്ടി വാങ്ങി. ആഫ്റ്റർ കുറച്ച് മന്ത്സിന് ശേഷം ഈ 200 കിൻഡൽ എന്നുള്ള ഭാഗത്ത് വെറും 100 കിൻഡലേ അദ്ദേഹത്തിന് കിട്ടിയതുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു മിസ് റെപ്രസെൻറ്റേഷൻ. അദ്ദേഹം എ പാർട്ടി രാജു അയാളെ ചതിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അയാളുടെ കോൺസെപ്റ്റിൽ എന്താണ് തോന്നിയത് അത് പറഞ്ഞു. പക്ഷെ അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതാണ് മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിസ് റെപ്രസെൻറ്റേഷൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഇതൊരു കേസായി കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിനനുസരിച്ചിരിക്കും. വ്യക്തിക്ക് ആ ഒരു കോൺട്രാക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, അത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആവും. അല്ലാതെ അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആണെന്നുണ്ടെങ്കിൽ അത് ക്യാൻസലായി അദ്ദേഹത്തിന് അതിനുള്ള ഡാമേജുകളൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മിസ് റെപ്രസെൻറ്റേഷൻ്റെ കേസ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് മിസ്റ്റേക്ക്. അപ്പോൾ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ തെറ്റ് വരിക. അതായത് ഇപ്പോൾ അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടുത്തെ സബ്ജക്റ്റ് മാറ്റർ, അതായത് അവിടെ ഒരു ടേംസ് ഉണ്ടാവും, അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ ഉണ്ടാവും. അപ്പോൾ അവിടെ ആ ഒരു സബ്ജക്റ്റ് മാറ്ററിനെ മറന്നുകൊണ്ട് അവരൊരു കോൺട്രാക്റ്റ് ഏർപ്പെടുന്നു. പക്ഷെ ആ സബ്ജക്റ്റ് മാറ്റർ ഇപ്പം നിലവിലില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവില്ല. പക്ഷെ സബ്ജക്റ്റ് മാറ്റർ ഉണ്ടെന്ന വിശ്വാസത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, അവിടെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അതാണ് മിസ്റ്റേക്ക്. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, അതായത് ഒരു എ പാർട്ടിക്ക് ഒരു ആടുണ്ട്. അപ്പോൾ ബി പാർട്ടി പറഞ്ഞു ഈ ഒരു ആടിനെ ഞാൻ വാങ്ങിക്കൊള്ളാം, നിങ്ങൾക്ക് പകരം 20,000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എ പാർട്ടി അവിടെ ആ ഒരു ആടുണ്ട് എന്ന വിശ്വാസത്തിൽ എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപ അഡ്വാൻസ് വാങ്ങുകയാണ്. അങ്ങനെ അതിന് കുറച്ച് കഴിഞ്ഞ ശേഷം ഇദ്ദേഹം ആ ഒരു ആടിനെ നോക്കുമ്പോൾ ആട് ചത്ത അവസ്ഥയിലാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു സബ്ജക്റ്റ്, അതായത് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആടായിരുന്നു. ഈ ഒരു സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലോട്ട് ഒരു കോൺട്രാക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, മേക്ക് ചെയ്തു അല്ലേ, കോൺട്രാക്റ്റ് മേക്ക് ചെയ്തു. പക്ഷേ എന്താണ്, ഈ ഒരു ആട് അവിടെ ചത്ത അവസ്ഥയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതാണ് മിസ്റ്റേക്ക്. നമ്മൾ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അപ്പോൾ അത് മിസ്റ്റേക്കാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്ക് ആണ്. മിസ്റ്റേക്ക് ഓഫ് ലോയും ഉണ്ട്, അതുപോലെ തന്നെ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും ഉണ്ട്. അപ്പോൾ മിസ്റ്റേക്ക് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം നമുക്ക് വരുന്ന കുറച്ച് മിസ്റ്റേക്കുകളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ. അത് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഇന്ത്യയിലെ ഈ ഒരു കോൺട്രാക്റ്റിൽ ഇങ്ങനെ ഏർപ്പെടുമ്പോൾ ഇങ്ങനെ ചെയ്യണം എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു പോകാൻ പറ്റൂല. അതൊരു മിസ്റ്റേക്ക് ആക്കി അവർ കണക്കാക്കൂല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എ പാർട്ടി ബി പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ലാൻഡ് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെട്ടു. കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് ഈ ഒരു കാര്യം ഓർമ്മ വന്നത്, ആ ഒരു ലാൻഡിൻ്റെ മേലെ ലാബിലിറ്റി കൊടുക്കാനുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന് കോൺട്രാക്റ്റിൽ ആയതിനു ശേഷമാണ് ഓർമ്മ വന്നത്. പക്ഷെ അതൊരു മിസ്റ്റേക്കാക്കി കണക്കാക്കൂല. അതാണ് മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ എന്ന് പറയുന്നത്. രണ്ടാമത് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ. അത് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ
ഇവിടെ ഒരു എ പാർട്ടി ഇന്ത്യയിലും പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവോ ഇപ്പോൾ ദുബായിലോ സൗദിയിലോ അവിടെ എവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അദ്ദേഹത്തിന് ഒരു വീട് വെക്കാനുള്ള സ്ഥലം 150 സെൻറ്റ് അദ്ദേഹത്തിൻ്റെ റിലേറ്റീവിനോട് വാങ്ങി വെക്കാൻ പറയുന്നു. പക്ഷേ ദുബായ് ലോ പ്രകാരം അവിടെ ഒരു വീട് വെക്കണമെങ്കിൽ 200 സെൻറ്റ് ആവശ്യമുണ്ട്. പക്ഷെ അത് എന്തായിരുന്നു ഈ ഇന്ത്യയിലുള്ള എ പാർട്ടിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതൊന്നും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. കാരണം നമ്മൾ 150 സെൻറ്റ് വാങ്ങിയൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. പക്ഷെ അത് വാങ്ങിയതിന് ശേഷം ആ ഒരു എ പാർട്ടി എന്ത് പറയാൻ പറ്റൂല, എനിക്ക് ഈ ഒരു കാര്യം അറിയില്ലായിരുന്നു, ഇതൊരു മിസ്റ്റേക്കാണ്. ഇതൊന്നും ഒരു മിസ്റ്റേക്കാക്കി കൂട്ടൂല. കാരണം നമ്മൾ ഏതൊരു സ്ഥലത്താണെങ്കിലും അവിടുത്തെ ലോ നമ്മൾ മനസ്സിലാക്കണം. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ലോകൾ നല്ല അറിയണം. ഇതാണ് എന്ത് മിസ്റ്റേക്ക് ഓഫ് ലോൻ്റെ കേസിൽ വരുന്ന 2 കാര്യങ്ങൾ. ടൈപ്സ് ഓഫ് മിസ്റ്റേക്കിൽ ഫസ്റ്റ് വണ്ണാണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. അപ്പോൾ ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ 2 കൂട്ടരും, അതായത് ഒരു കോൺട്രാക്റ്റ് വെക്കുന്ന സമയത്ത് എ പാർട്ടിയും ബി പാർട്ടിയും ഒരുപോലെ മിസ്റ്റേക്ക് ചെയ്യാം. അതാണ് എന്ത് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. അതായത് ഇപ്പോൾ ഒരു പോത്തിനെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അധികം ബൈലാറ്ററൽ മിസ്റ്റേക്സ് ഫുള്ള് സബ്ജക്റ്റ് മാറ്റേഴ്സ് അതുപോലെ ടേംസ് ഇതുമായി കണ്ടക്ട് ചെയ്തിട്ടാണ് എന്ത് ബൈലാറ്ററൽ മിസ്റ്റേക്ക് വരിക. അപ്പോൾ ഇവിടെ ഒരു സബ്ജക്റ്റിൻ്റെ കേസിലാണ്. അതായത് ഇപ്പോൾ ഒരു എ പാർട്ടി ഒരു കോൺട്രാക്റ്റ് വെക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് അദ്ദേഹത്തിന് 2 പോത്തുണ്ട്. അപ്പോൾ ഒന്ന് തടിച്ച പോത്തും ഒന്നൊരു മെലിനിട്ടിൽ ശോഷിച്ചൊരു പോത്തുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ എന്താണ് ഈ ഒരു മെലിനിട്ട് ശോഷിച്ചുള്ള പോത്തിനെ എങ്ങനെയും കൊടുത്ത് പോകണം എന്നാണ്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്താണ് ഈ തടിച്ച പോത്തിനെ എങ്ങനെയും നിങ്ങൾക്ക് വാങ്ങണം. അതാണ് 2 പേരുടെയും ഉള്ളിലുള്ളത്. അപ്പോൾ അവിടെ 2 പേരും എന്താണ് മിസ്റ്റേക്ക് ചെയ്യാണ്. ഇരുവരും അങ്ങോട്ടും പറയണില്ല ഏതാണ് വേണ്ടതെന്ന്. അപ്പോൾ 2 പേരും മിസ്റ്റേക്ക് ചെയ്യാണ്. അതാണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കുറേ രീതിക്കുള്ള ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ട്. ക്വാണ്ടിറ്റീൻ്റെ കേസിൽ, അതുപോലെ തന്നെ പ്രൈസ്, പിന്നെ ക്വാളിറ്റി, ഇതൊക്കെ എന്താണ് നമുക്ക് ഇത്രത്തോളം ക്വാളിറ്റി ആണെങ്കിലും പ്രൈസ് ആണെങ്കിലും ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മൾ കോൺട്രാക്റ്റിൽ ഏതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. നമുക്ക് അത് കോൺട്രാക്റ്റ് ഏർപ്പെടുമ്പോൾ നമുക്ക് അത്രത്തോളം കിട്ടുന്നില്ല. അതാണ് ബൈലാറ്ററൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ആണ്. അതായത് ഒരു കോൺട്രാക്റ്റിൽ 2 പാർട്ടീസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു പാർട്ടി അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ മൂലം എന്ത് ചെയ്യാണ് അവിടെ ഒരു മിസ്റ്റേക്ക് വരുത്താണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് അവിടെ വാലിഡ് തന്നെ ആവും എന്നാണ് പറയുന്നത്, വോയിഡ് ആവില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, അതായത് ഒരു വ്യക്തി ഇമ്പോർട്ട് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് എന്തെങ്കിലും ആയിട്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് എനിക്കും അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് വേണമെന്ന് പറയുമ്പോൾ അത് ഞാൻ നിനക്ക് ഇത്രത്തോളം പൈസ തരാമെന്ന് പറയുന്നു. അങ്ങനെ പൈസ ഒക്കെ സ്വീകരിച്ച് എന്ത് ചെയ്യുന്നു, അത് ഷിപ്പ് വഴിയാണ് അദ്ദേഹത്തിന് വേണ്ട പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യണത്. പക്ഷേ ബൈ ചാൻസ് ആ ഒരു ഷിപ്പ് മറിഞ്ഞ് അതെല്ലാം വെള്ളം കയറി ആകെ നശിച്ചു പോയി. അപ്പോൾ എന്താണ് ഇവിടെ മിസ്റ്റേക്ക് ആവാണ് ചെയ്യുന്നത്. സബ്ജക്റ്റ് മാറ്ററിന്റെ മേലൊരു മിസ്റ്റേക്ക് വരുന്നു. അപ്പോൾ ഇതൊരിക്കലും വോയിഡ് ആവൂല, വാലിഡ് തന്നെ ആവുള്ളൂ. അങ്ങനെയാണ് പറയണത്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഫ്രീ കൺസെൻറ്റിൻ്റെ കേസിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി എസെൻഷ്യൽ എലമെൻറ്റിൽ ഫ്രീ കൺസെൻറ്റിൻ്റെ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു.